ക്യാമ്പസിലെ തണൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥി പ്രതിഷേധം ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച റിപ്പോർട്ടർ ടിവി ക്യാമറമാൻ അരുൺ മാത്യുവിന് നേരെ അധ്യാപകർ കയ്യേറ്റ ശ്രമം നടത്തി. അതേസമയം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത അധ്യാപകരുടെ നീക്കത്തിനെതിരെ ഫാറൂഖ് കോളേജ് മുൻ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ KN കുഞ്ഞഹമ്മദ് രംഗത്തെത്തി. വികസനത്തിന്റെ പേരിൽ കലാലയത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായെത്തിയ വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പാൾ സസ്പെൻഡ് ചെയ്തത്. അക്രമാസക്തമായ രീതിയിൽ സമരം നടത്തുകയും മാവോയിസ്റ്റുകളെ പോലെ പെരുമാറുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് തങ്ങളെ സസ്പെൻഡ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വീട്ടിൽ വിളിച്ചിട്ട് മോൾ അക്രമപരമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നാളെ മോളെയും കൂട്ടിയിട്ട് പ്രിൻസിപ്പളെ കാണണമെന്ന് പറഞ്ഞു. സസ്പെൻഷൻ ഓർഡർ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ കൈവശം കൊടുക്കണം എന്നാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ നേരത്തെ അന്വേഷിച്ചപ്പോൾ പോസ്റ്റലായി തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതുവരെ സസ്പെൻഷൻ ഓർഡറിന്റെ ഒരു രേഖാമൂലമുള്ള ഒരു പ്രസ്താവന ഞങ്ങളുടെ കൈവശം എത്തിയിട്ടില്ല. അതേസമയം രാഷ്ട്രീയ ഭേദമന്യേ വൃക്ഷഹത്യക്കെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികളുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഫറൂഖ് കോളേജ് മുൻ അധ്യാപകനും പ്രശസ്ത സാമൂഹിക പ്രവർത്തകനുമായ KN കുഞ്ഞഹമ്മദ് രംഗത്തെത്തി. ഇത്തരം പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന അധ്യാപക നിലപാട് ശരിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ കോളേജിൻ്റെ തന്നെ നാളിതുവരെയുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കോളേജിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിനൊത്ത് ഉയരാൻ കഴിയാതെ പോകുന്നത് കോളേജ് അധികൃതർക്കാണ്. ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച റിപ്പോർട്ടർ ടിവി ക്യാമറാമാനു നേരെയും അധ്യാപകർ കയ്യേറ്റ ശ്രമം നടത്തി. രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.